ക്ലോക്ക് ക്ലോക്ക്. ഇത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്ലോക്കി. നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ കണ്ണുകളടച്ച് കേട്ടുകൊള്ളൂ, ഞാൻ കഥ തുടങ്ങാം. പണ്ട് 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 ഒരു കാട്ടിൽ ഒരു കുളമുണ്ടായിരുന്നു. പൊന്തക്കാടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കാട്ടിലെ മൃഗങ്ങൾക്കൊന്നും ഈ കുളത്തിനെ പറ്റി അറിയില്ലായിരുന്നു. ഈ കുളത്തിലാണ് നമ്മുടെ നാണപ്പൻ തവളയും അവൻ്റെ 5 മക്കളും താമസിച്ചിരുന്നത്. തൻ്റെ മക്കൾ കണ്ടിട്ടുള്ളവരിൽ വച്ച് ഏറ്റവും വലിപ്പമുള്ളവനും ശക്തിമാനും ഞാനായിരിക്കണമെന്ന നിർബന്ധം നാണപ്പനുണ്ടായിരുന്നു. അതിനുവേണ്ടി നാണപ്പൻ പലപ്പോഴും സ്വന്തം ജീവിതം തന്നെ പണയപ്പെടുത്തി പല സാഹസങ്ങളും ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം നാണപ്പനില്ലാത്ത സമയത്ത് ഒരു സിംഹം ഈ കുളം കാണുന്നതും കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നതും. നാണപ്പൻ്റെ തവളക്കുഞ്ഞുങ്ങളോ ഇതുവരെ സിംഹത്തിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സിംഹത്തിനെ ഒരു രാക്ഷസനായിട്ടാണ് അവർ കണക്കാക്കിയത്. രാക്ഷസൻ വരുന്നേ, രാക്ഷസൻ വരുന്നേ എന്ന് നിലവിളിച്ച് അവർ 4 പാടും ചാടി. സിംഹം പതിയെ 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 നടന്നു വന്നു വെള്ളം കുടിച്ചു തിരിച്ചു പോയി. തവളക്കുഞ്ഞുങ്ങളോ സിംഹത്തിനെ കണ്ട് പേടിച്ച് വിറച്ച് ഒരു ചേമ്പിലെ കീഴിലിരുന്നു. വൈകുന്നേരമായപ്പോൾ നാണപ്പൻ തിരിച്ചു വന്നു. നാണപ്പൻ നോക്കി, എവിടെ തൻ്റെ കുഞ്ഞുങ്ങൾ? ആരെയും കാണാനില്ലല്ലോ. നാണപ്പൻ പതിയെ മക്കളെ നോക്കി നോക്കി നടന്നു. അങ്ങനെ ചെന്നപ്പോഴോ തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പേടിച്ച് വിറച്ച് ചേമ്പിലെ കീഴിലിരിക്കുന്നു. നാണപ്പൻ ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പേടിച്ച് കരഞ്ഞ് തവളക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, രാക്ഷസൻ വന്നു, രാക്ഷസൻ വന്നു. നാണപ്പൻ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത് രാക്ഷസനോ? എൻ്റെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ ധൈര്യമുള്ള ഏത് രാക്ഷസനാണ് ഈ കാട്ടിലുള്ളത്? അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വാലിൽ പിടിച്ച് കറക്കി ദൂരെ എറിയും. ഇത് കേട്ടതും തവളക്കുഞ്ഞുങ്ങളുടെ പേടിയൊക്കെ മാറി അവരെഴുന്നേറ്റ് വന്നു. എന്നിട്ട് അച്ഛനോട് രാക്ഷസനെ പറ്റി വിവരിക്കാൻ തുടങ്ങി. വലിയ കണ്ണുകൾ, ആകാശം മുട്ടെ ഉയരം, ഇടിമുഴക്കം പോലെ ശബ്ദം, ചേമ്പിൻ തണ്ട് പോലെ മീശ, അതും കൊമ്പൻ മീശ. ഇത് കേട്ടതും നാണപ്പൻ തവളയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. എൻ്റെ മക്കൾ മറ്റൊരാളെ എന്നേക്കാൾ വലിയവനായി കാണുന്നോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. നാണപ്പൻ തൻ്റെ വായ നിറയെ ശ്വാസം വലിച്ച് വയറ് വീർപ്പിച്ചു. ഇത്രയും വലുതാണോ നിങ്ങൾ പറഞ്ഞ രാക്ഷസൻ? അല്ലല്ലല്ല, ഇനിയും വലുത്, കുട്ടികൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പിന്നെയും നാണപ്പൻ ശ്വാസം വലിച്ചെടുത്തു. ഇത്രയും? അല്ലല്ലല്ല, ഇനിയും വലുത്. നാണപ്പൻ പിന്നെയും ശ്വാസം വലിച്ചെടുത്തു. പതിയെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി വന്നു. ഠും, ഒരൊറ്റ ശബ്ദം. നാണപ്പൻ്റെ വയറ് പൊട്ടി. അപ്പോൾ തന്നെ ചത്തുപോയി. പാവം കുട്ടികൾ. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാതെ അവർ പരസ്പരം നോക്കി നിൽക്കേണ്ടി വന്നു. അവസാനം ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാകാൻ വേണ്ടി നമ്മൾക്ക് ആപത്ത് വരുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വിനാശത്തിലേ അവസാനിക്കൂ, നമ്മളുടെ വിനാശം. നിങ്ങൾക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ഇനിയും എൻ്റെ കഥകൾ കേൾക്കാനാകൂ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച പുതിയ കഥയുമായി വരാം. ബൈ.